ഹലോ, ഇന്ന് ഞാൻ ഒരു തോരൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിരിക്കുന്നത്. തോരൻ്റെ റെസിപ്പി എന്താ ഇത്ര പറയാൻ എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? അത് ഞാൻ പറയാൻ കാര്യം എന്താണ്. ഇതുകൊണ്ട് ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് തോരൻ വെക്കാൻ. ഇന്ന് നിങ്ങളേക്ക് ഉരുളക്കിഴങ്ങാണ്. അടുത്ത് നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ പൊട്ടറ്റോയുടെ കൂട്ടൊക്കെ ഇരിക്കും. പക്ഷേ ഇത് പൊട്ടറ്റോ അല്ല. ഈ സാധനം അടതാപ്പ് എന്ന് പറയും. അത് എനിക്ക് നേരത്തെ ഒരുക്കിയ സാധനം ഇവിടുന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഒന്നിടത്ത് അടുത്ത് കിട്ടിയെടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇതിൻ്റെ ചെറിയ എണ്ണം. പക്ഷെ എനിക്കത് തോരൻ വെക്കാനൊന്നും അറിയത്തില്ല. നമ്മൾ വാങ്ങിച്ചോണ്ട് കിഴങ്ങ് പോലെ നിൽക്കുന്നൊന്ന് വാങ്ങിച്ചോണ്ട് വന്നെന്നുള്ളേ ഉള്ളൂ. അതിൻ്റെ ഇവിടെ കൊണ്ടുവച്ച് തന്നെ അത് ചീത്ത കളഞ്ഞത് ചെയ്ത്. അപ്പോൾ ഇതെനിക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്നപ്പോൾ ചേട്ടൻ്റെ മോള് ഗീത എനിക്ക് തന്നതാണിത്, തിരുവനന്തപുരത്ത് വെച്ച്. അപ്പോൾ ഇത് തോരൻ വെക്കാൻ നല്ലതാണെന്ന് തന്നാണ്. അല്ലാന്ന് പറഞ്ഞതല്ല, തോരൻ വെച്ച് അത് തന്നു. ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സൂപ്പർ തോരനായിരുന്നു. നമ്മൾ ഓമയ്ക്ക തോരനും ക്യാബേജ് തോരനൊക്കെ മുമ്പിലൊന്നും അല്ല. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരനേക്കാളും അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ് ഈ തോരൻ കൂട്ടിയാൽ. നല്ല ടേസ്റ്റുള്ള തോരനാണ്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചുകൊണ്ടെന്ന് കൂട്ടാൻ വെക്കാൻ കൊണ്ടുവന്നത്. ഇപ്പം നിങ്ങളെ കൊണ്ട് കാണിച്ചു തരണമല്ലോ. ഇത് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ അടതാപ്പ്. ഞാൻ വീഡിയോ നീളം കൂട്ടാൻ വേണ്ടി പറയുന്നത്. അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയണമല്ലോ എന്ത് സാധനം എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിന് സ്റ്റാർച്ചും പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ഉള്ള ഒരു സാധനമാണെന്നാണ് പറയുന്നത് അടതാപ്പ് എന്ന് പറയുന്നത്. ഞാനത് എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ അടതാപ്പ് തോരൻ വെക്കാൻ കൊള്ളാം നല്ലതാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പം വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം അതിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ്. സ്റ്റാർച്ചും പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ഒരുപാടുള്ള സാധനമാണെന്നും ഡയബറ്റീസുകാർക്ക് നല്ലൊരു ഐറ്റമാണ് ഇത് കഴിക്കാൻ എന്നൊക്കെ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നേക്കുന്നത്. ഇത് എനിക്കിപ്പോൾ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്, 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഒരു 1/2 കിലോയ്ക്ക് മുകളിലുണ്ട്. ഇത് ഈ ഒരെണ്ണം തന്നെ. ഇത് ഞാൻ നോക്കിയപ്പോൾ 1 കിലോയ്ക്ക് മുകളിൽ വലിപ്പം വെക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഉണ്ട് അതിൻ്റെ ചെറുതൊരെണ്ണം ഇപ്പോൾ ഞാനിത് കൂട്ടാൻ വെക്കാനെടുത്ത് വെച്ചേക്കുമല്ല. ഇത് ഞാൻ വന്നൊക്കെ പറഞ്ഞത് വെച്ചിരുന്നാൽ ചെറിയ മുള വരും. മുള വരുന്ന സമയത്ത് നട്ടാൽ കിളിച്ച് വരുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയപ്പോൾ അതിന് വെറുതെ കൊണ്ട് നട്ടാൽ ചീത്തയായി പോകുമെന്നാണ് പറഞ്ഞത്. ഇവിടെ ശരിക്കും ഇത് വള്ളി പോലെ വന്നിട്ട്, കാച്ചിലൊക്കെ വള്ളി പോലെ വന്നിട്ട് അതേലാണ് ഇതുണ്ടാകുന്നത്. താഴെ പോകുന്ന കിഴങ്ങ് ഉണ്ടാകുക എനിക്കറിയത്തില്ല. പക്ഷേ ഇത് മേലിലെ വള്ളിയിലാണ് ഉണ്ടാകുന്നത്. വള്ളിയെ തൂക്കിയാണ് കിടക്കുക. അങ്ങനെ ഞാൻ കണ്ടിട്ടാണ് എടുത്തുകൊണ്ട് വന്നത്. അതുകൊണ്ട് ആ വള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഈ സാധനം. അപ്പം നമുക്കിനി ഇതിനെ തോരൻ വെക്കുന്നതിന് നോക്കാം. അക്കൂട്ടത്തിൽ എന്തെങ്കിലും ഞാൻ മറന്നുപോയ കാര്യങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ നമുക്ക് പറയാം. ഇനി ഇതെങ്ങനെ തോരൻ വെക്കുന്ന നോക്കാം. ഇതിനെ നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. ആദ്യം തന്നെ ഞാൻ മുറിച്ചിട്ട് തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടി ഈ പുറമേ ഉള്ള തൊലിയും അതിനകത്തൊരു പച്ച നിറത്തിൻ്റെ തൊലി ഉണ്ട്. കാണിച്ചു തരാം. അത് ഇങ്ങനെ പച്ച നിറത്തിൽ തൊലിയുണ്ട്. അതുകൂടെ കളഞ്ഞിട്ട് വേണം എടുക്കാനെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അത് കഴിക്കുമെന്ന് പറഞ്ഞു. ഈ പച്ച നിറം കളഞ്ഞിട്ട് എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമുക്ക് ആ തൊലി മൊത്തം എടുത്തുകൊണ്ട് വരാം. എടുത്തതിന് ശേഷം ഇതിനെ അരിഞ്ഞെടുക്കുന്നത് ശരിക്കും നമുക്ക് തോരനരിയുന്നതിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനത് എൻ്റെ ഫുഡ് പ്രോസസ്സറിനകത്തിട്ടൊന്ന് അരിഞ്ഞ് നോക്കാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അതിൽ ഇതിനൊരു വഴുക്കൽ, നമ്മുടെ ചേമ്പിൻ്റെ കൂട്ടൊരു വഴുക്കലുണ്ട്. അത് നല്ലപോലെ കഴുകി കഴിഞ്ഞാൽ ആ വഴുക്കൽ പോകുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇതൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം. ഇതാണ് അതിൻ്റെ പച്ച നിറം എന്ന് പറഞ്ഞത്. ഈ സാധനം കണ്ടോ, ചെത്തി കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഈ പച്ച നിറം നമ്മൾ സാധനം ഇതാണ്. അതും നമുക്കങ്ങ് ചെത്തിക്കളയണം. എന്നിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. ആ കിളികളിപ്പൊക്കെ മാർക്കൊക്കെ വരെ നല്ലപോലെ കഴുകണം. കയ്യും തെന്നി പോതിപ്പോഴ് അതെല്ലാം ഒന്ന് കഴുകിയെടുത്തോണ്ട് വരാം. ഇതെല്ലാം ഞാൻ മുറിച്ച് കഴുകി വെച്ചപ്പോൾ പുറത്തെല്ലാം തെന്നലൊക്കെ മാറി, കിളികളിപ്പൊക്കെ ഒന്ന് മാറി എന്നുണ്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് അരിഞ്ഞ് നോക്കണം. വീണ്ടും അതിനകത്ത് ആ കിളികൾ പോകുന്നെങ്കിൽ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വേണം നമുക്ക് ഇതെൻ്റെ ഫുഡ് പ്രോസസ്സറിനകത്തിട്ട് ഇതിനകത്തൊട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. അതിൻ്റെ കൂടെ വേണ്ടുന്ന സാധനമാണ് സവാള. ഇത് ഇത്രയും കൂടുതലുള്ളതുകൊണ്ട് ഞാൻ 3 മീഡിയം സൈസ് സവാള, ഒരുപാട് വലിയ അല്ലാത്ത 3 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. ഇതെല്ലാം ഒരെണ്ണം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം, കിളിപ്പിക്കാൻ. ഇത് ഇങ്ങനെ കൊണ്ട് നട്ടാൽ അളിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ മുന വന്നതിന് ശേഷം നട്ടാലേ കിളിക്കത്തോളം തന്നെയുണ്ട്. ഞാനത് മാറ്റി വെച്ചേക്കുക. മുന വന്ന് നട്ട് കിളിക്കുകയാണെങ്കിൽ നിങ്ങളായിട്ട് ഞാൻ കിളിച്ചാൽ കാണിച്ചു തരാം. അതിന് മുന വരണമെന്ന് പറഞ്ഞേ. എന്നാ മുള എന്നാ എന്തെങ്കിലും ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെയായിരുന്നു. എന്നാ മുള വരുമ്പം തെറ്റി കേട്ടോ. മുള വരുമ്പോൾ കിളിപ്പിച്ചെടുക്കണം. ഇതൊക്കെ നേരത്തെ കേട്ടോണ്ടിരിക്കും പറയണ്ടേ മുളയാന്നുള്ള കാര്യം. അപ്പം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിതെല്ലാം അരിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ കഴുകി വെച്ചു. അരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അകത്തൊക്കെ ആ കിളികളിപ്പ് വന്നപ്പം വീണ്ടും ഒന്നുകൂടെ ഒട്ടൽ പോലെ വരും. അത് മാറ്റിയിട്ട് വെച്ചേക്കാണ്. അതിൻ്റെ കൂടെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേണ്ടി ഫുഡ് പ്രോസസ്സറിനകത്തേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇത് തോരൻ്റെ അടിച്ചിരുന്നില്ല, ഇതിനകത്ത് അടിച്ചെടുക്കും. ബ്ലേഡ് ഉണ്ടെങ്കിൽ അടിച്ചെടുക്കാനുണ്ട്.
പിന്നെ അരിയാതെ കുത്തിയിരുന്ന് അരിയണ്ട. അല്ലെങ്കിൽ നമ്മുടെ ഈ ചോപ്പറുണ്ട്, അതിനകത്തായാലും അരിയാൻ നിൽക്കും. ഒന്നിച്ചൊക്കത്തിൽ രണ്ടായിട്ടിട്ട് അരിഞ്ഞെടുക്കുക. ഒന്നിച്ചാകുമ്പോഴേ ശരിക്കും അരിഞ്ഞ് വരത്തില്ല. വേണ്ട നമ്മൾ ആ സവാളയും അടതാപ്പും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരനുണ്ടാക്കി തുടങ്ങാം. തോരനുണ്ടാക്കാനായിട്ട് എൻ്റെ മൺചട്ടിയാണ് അടുപ്പ് വെച്ചേക്കുന്നത്, മണ്ണിൻ്റെ ചീനച്ചട്ടി. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക്, ഞാൻ കടുക് വറുത്തം കിട്ടും, ഞാൻ എൻ്റെ തോരൻ വെച്ചാലും എന്താണെന്നറിയാൻ എളുപ്പമുണ്ട് അതാകുമ്പോഴേ. പിന്നെ രണ്ടാമത് കടുക് വറുത്തൊക്കെ അങ്ങനെ കഷ്ണം പ്രത്യേകം കഴിക്കുകയാണെങ്കിൽ പിന്നെ കടുക് വറക്കും. ഇതൊന്നിച്ചങ്ങ് വേവിച്ച് ഇറക്കി ഇറക്കാവുന്നേ ഉള്ളൂ. ഇനി നോക്കിയിട്ടൊക്കെ ഒരു കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നിടുമ്പം തോരൻ ഇങ്ങനെ തോരണം ഒരു ടേസ്റ്റാണ്. ഉഴുന്നൊന്ന് ചെറുതായിട്ട് നിറം മാറുകയാണ്, ഒരുപാട് നോക്കണ്ട, കരിഞ്ഞു പോകരുത്. അത് ഉഴുന്നിൻ്റെ നിറമൊക്കെ മാറി. ഇനി നോക്കാനായിട്ടൊക്കെ മുളക്, കടുക് വറക്കാനുള്ള മുളക് ഇട്ട് കൊടുക്കാം. മുളക് ഒന്ന് ചൂടായതാണ്, ഒരുപാടും കരിഞ്ഞു പോകരുത്. ഇനി നമുക്കിതിനകത്തേക്ക് ആ അരിഞ്ഞു വെച്ചിരുന്ന കഷ്ണങ്ങൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു കഴിഞ്ഞപ്പോഴും ആ ഒരു കുറി ഇളാന്നിരിക്കുന്നുണ്ടത്. വെന്ത് വരുമ്പം അത് ശരിയാണ്. കാരണം അതിന് വെള്ളം അധികം ഞാൻ ചേർക്കുന്നില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പോലെ ആയിപ്പോവും. വെള്ളം വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം മാറി കഴിയുമ്പം വെള്ളം വറ്റി കഴിയുമ്പോൾ എന്തിട്ടില്ലെങ്കിൽ ഇച്ചിരി വെള്ളം മാറ്റി ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പരുവ് അറിയത്തില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഞാൻ കുറച്ച് ചേർക്കാം, പിന്നെ വേണമെങ്കിൽ എനിക്ക് ബാക്കി ചേർക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, ആ വെട്ടത്തിൻ്റെ വെയിലിൻ്റെ വെട്ടം വരുന്നതാണ് ഇത് ഒരു നിറം പോകുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്ന ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇതൊക്കെ കൂട്ടാൻ്റെ നിറത്തിന് മാത്രമാണ്. അരയ്ക്കുമ്പോഴും അതിനകത്ത് ഇത് ചേർക്കും, മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കും. ഇനി നമുക്കിതിനെ നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ച് വെക്കാം. അതുകൊണ്ട് നല്ലപോലെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം കുറവാന്ന് തോന്നിയാൽ നമുക്കൊരു ഇച്ചിരി വെള്ളം കൈ കൊണ്ടൊന്ന് തളിച്ച് കൊടുക്കാം വെന്ത് വരുമ്പോഴേ. ഇനി നമുക്കിതിൻ്റെ അരപ്പിന് വേണ്ട സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമുണ്ട് അതിനകത്തിൽ. ഇത് ഉണ്ടാക്കുമ്പോൾ സിമ്മിലിട്ട് വേണം ഉണ്ടാക്കാൻ, തീ കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോവും. വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് കരിഞ്ഞു പോവും. നമുക്ക് ഇച്ചിരി കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതിനകത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പിന് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് അരപ്പിന് ഞാൻ ഇതിൻ്റെ കഷ്ണത്തിനനുസരിച്ചുള്ള അരപ്പെടുക്കണം. ഞാൻ കഷ്ണം കൂടുതലുണ്ട്, ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, അരപ്പിനുള്ള നിറത്തിന് മാത്രം നമ്മൾ കഷ്ണത്തിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അരപ്പിന് നിറത്തിന് മാത്രം മഞ്ഞൾപ്പൊടി. ചിലരൊക്കെ ജീരകം അരയ്ക്കും, ഞാൻ ജീരകം അരയ്ക്കുന്നില്ല. പിന്നെ വേണ്ടതുണ്ട് വെളുത്തുള്ളി, 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചതച്ചുകൊണ്ട് അരയരുത്, ഒന്ന് ചതയേ ആയുള്ളൂ. തോരൻ്റെ പരത്തിലായിട്ടുണ്ട്. തോരൻ്റെ അരയ്ക്കാനൊക്കെ എല്ലാവർക്കും അരയ്ക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഇതെല്ലാം വെന്തിരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊക്കെ അരച്ച് വെച്ച് അരപ്പൂടെ ചേർക്കാം. ചേർത്ത് നല്ലപോലെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വെള്ളമയൊക്കെ ഇപ്പം ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഈ മൺപാത്രത്തിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒക്കെ റെഡിയായി വരും. നമുക്ക് ഇനി നാളെ ഇളക്കി റെഡിയാക്കാം. ഇപ്പം നല്ല ഇളക്കി റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ഉപ്പൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ഇച്ചിരി ഉപ്പൊക്കെ കുറച്ചാണ് ചേർത്തേക്കുന്നത്. കൊള്ളാം. ഇത് ഉണ്ടാക്കുന്നപ്പോൾ വെളുത്തായിരുന്നു, അത് മഞ്ഞപ്പൊടി ഇത്രയും ചേർത്ത് നടത്തില്ല. ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ല മഞ്ഞ നിറമായി, തോരൻ്റെ നിറം തന്നെ ആയി. ഇനി നമുക്കിതിന് തീ അങ്ങ് അണച്ചു കൊടുക്കാം. എന്നിട്ട് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് സ്പെഷ്യൽ ഒരു കൂട്ടാൻ, എരിശ്ശേരിയും പിന്നെന്താ ഒരു തോരനുണ്ട്. എന്താ തോരനെന്നറിയാം, നമ്മൾ അടതാപ്പുഴ വെച്ചിരുന്നില്ലേ, ഗീത വന്നേ, അത് വെച്ച് തോരനുണ്ടാക്കിയതാണ്. അതെങ്ങനെയുണ്ടോ നോക്കിയിട്ട് പറഞ്ഞു. ഗീത ഉണ്ടാക്കിയത്ര നന്നായോ അതിൻ്റെ പരീക്ഷണം കഴിച്ച് നോക്കിയിട്ട് പറയണേ. കണ്ടോ, ഇത് രണ്ടേ ഉള്ളൂ. ഞാൻ വേറെ ഒഴിച്ചുകറിയൊന്നും ഉണ്ടാക്കില്ല. എരിശ്ശേരിയും തോരനുള്ള പിന്നെ വേറെ ഒഴിച്ചുകറിയൊന്നും ഇല്ല. ഇത് രണ്ടേ ഉള്ളൂ. 5-6 ഇല്ല, 5-6 വേണോ? വേണേ തരാം.
5-6 അച്ചാർ വേണം. അത് കഴിച്ചു നോക്കട്ടെ. കണ്ണിമാങ്ങ ഒക്കെ തരാം. എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടേ ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞാൽ കാണുന്നവർക്ക് ഒരു സുഖമല്ലല്ലോ. ഇപ്പൊ വെണ്ടിത്തോരൻ്റെ ടേസ്റ്റ് ഉണ്ട്. ഇതുണ്ടാക്കി എത്ര ആ ഒരു ടേസ്റ്റ് വന്നില്ലേ? ഒന്നുകൂടെ തോർന്നില്ല. എനിക്കൊന്ന് ഇതേ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴുകി പിഴിഞ്ഞെടുക്കണമായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ അത് അരിഞ്ഞു കഴിഞ്ഞിട്ട് കഴുകുക നമ്മൾ പെണ്ടിയൊക്കെ കഴുകുന്ന അങ്ങനെയല്ലയോ, അതുപോലെ അരിഞ്ഞു കഴിഞ്ഞ് ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകി പിഴിഞ്ഞിട്ടെങ്കിൽ ആ കിളുകളാന്നുള്ളത് അങ്ങ് മാറിയേനെ. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് വന്നേനെ. നമുക്കറിയാം ഗീത പറഞ്ഞ രീതി വെച്ചാൽ ടേസ്റ്റിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ അടതാപ്പ് എവിടെയെങ്കിലും ആർക്കെങ്കിലും കിട്ടുന്നെങ്കിൽ ഇങ്ങനെ തോരൻ വെച്ച് കൂട്ടുക. നല്ല ഗുണമുള്ള സാധനമാണ്. ഞാൻ പറഞ്ഞു കേട്ടതും ഞാൻ അന്വേഷിച്ചറിഞ്ഞതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിക്കുക. എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കും അടതാപ്പ്. ഞാൻ പലയിടത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇപ്പോഴാണ് ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ കൂടെ വന്നായിരിക്കും. ടാറ്റാ, ബൈ ബൈ.